ഇപ്പം ഞാൻ ഇവിടെ വെച്ച് പിടിപ്പിച്ചിരുന്ന ചീര എടുത്തേക്കണേണ്ട ചീര വെച്ചൊരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ചീരകൃഷിയാണ് കേട്ടോ. എൻ്റെ ചീരകൃഷി ഞാൻ നട്ടു വളർത്തിയ ചീരകൃഷിയാണ്. ഇത് വെച്ചൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. ചെയ്യണ്ട ചീര ഇവിടെ ഞാൻ അരിയാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഉള്ള വലിപ്പത്തിൽ അരിയാട്ടെ. ഞാനിവിടെ സാധാ ഇങ്ങനെ മീഡിയം സൈസ് പോലെയുള്ള അരിയാണ്. ചെറുതാക്കി അരി വലുതാക്കി അരി എന്ത് വേണമെങ്കിലും ചെയ്യും. ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് പരിപ്പും 4 തക്കാളിയും ഈ ചീരയും വെച്ചുള്ള റെസിപ്പിയാണ് ഞാനിവിടെ ഇന്നുണ്ടാക്കാൻ പോണത്. കുക്കറിൽ വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 വിസിലടിച്ചു. നന്നായിട്ട് വേവണം പരിപ്പ്, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാനിത് കലത്തിലാണ് പരിപ്പ് കറി ഉണ്ടാക്കാൻ പോണ. കുക്കറിൽ വേവിച്ച പരിപ്പ് ഞാൻ കലത്തിലേക്ക് പകർത്തലാണ്. ഇവിടെ തക്കാളി ഞാൻ അരിഞ്ഞ് ഈ പരിപ്പിൻ്റെ കൂടെ ചേർക്കണേണ്. ഒരു തക്കാളി ഒരു 8-9 കഷ്ണമാക്കിയാൽ മതി. തക്കാളി നന്നായിട്ട് വേവണമെന്ന് മാത്രമേ ഉള്ളൂ. കഷ്ണങ്ങൾ എത്ര ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. പരിപ്പും തക്കാളിയും കൂടെ ഞാനിപ്പോൾ ഗ്യാസും വെച്ച് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാനിവിടെ എരിവ് കുറച്ച് ഇടണത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്തിട്ട് നന്നായിട്ട് ഞാനിവിടെ അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോണ ചീരക്കറിക്ക് 1 കപ്പ് നാളികേരം വേണം. ആ നാളികേരം ഞാനിവിടെ ചിരകണയാണ് കേട്ടോ. നാളികേരം അരയ്ക്കാൻ വേണ്ടി ഞാനിത് ഈ നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് നാളികേരം വേണം കേട്ടോ. നാളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. 2-3 കഷ്ണം ഉള്ളിയും കൂടെ ഞാനിതിലേക്ക് ചേർക്കണം. ഉള്ളിയും കൂടെ അരിഞ്ഞ് ചേർക്കണേ കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 2 അതൾ വേപ്പിലയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ കൂട്ടി ഞാൻ മിക്സിയിൽ അരയ്ക്കാൻ പോവുകയാണ്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിക്കണം. എന്ന് പറഞ്ഞാൽ ഈ പരിപ്പ് വേവിച്ച് നമ്മൾ വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ കറി വല്ലാണ്ട് വെള്ളമായി പോകും. വെള്ളം ഒഴിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവുകയാണ്. അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട്. ചീര ഞാൻ അടപ്പത്തിട്ട് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. തക്കാളിയും പരിപ്പ് നന്നായിട്ട് വെന്ത് ഇനി ചീര നന്നായിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചീര നല്ലോണം വേവണം. ചീര വേവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അറിയാലോ, ഒന്ന് ചെറിയ ഒരു ഇത് മതി ചീര വേവാനായിട്ട്. ഒന്ന് ആവിയിലൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് തിളച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് വേവും ചീര ഒന്ന് ആവി കൊണ്ടാൽ മതി. ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഞാൻ ചേർക്കണേണ്.
അരപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. ഞാൻ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കട്ടെ. ഉപ്പ് പാകോട് നല്ല ടേസ്റ്റിയാണ്. ചെറുതായിട്ടൊരു തിള വരാൻ പാടില്ല കേട്ടോ. വല്ലാണ്ട് തിളക്കരുത്. വല്ലാണ്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോവും. നല്ല ടേസ്റ്റാണ്. പരിപ്പും തക്കാളിയും ചീരയും കൂടെ. ഞാനിത് താളിക്കാൻ വേണ്ടി 2 ടീസ്പൂൺ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുകിടുന്നത്. അതിന് താളിച്ച കടുക് ഈ കറിയിലേക്ക് ഒഴിക്കുകയാണ്. ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.